പ്രിയപ്പെട്ടവരെ, ഈ ഒരു മന്ത്രം ജപിക്കാതെ ഒരു രാത്രി പോലും കിടന്നുറങ്ങരുത് എന്ന് ആചാര്യന്മാർ ഒരു മന്ത്രത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ അത് എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരു മന്ത്രമുണ്ട്. പക്ഷേ നമ്മുടെ ഹൈന്ദവരിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഈ മന്ത്രത്തെ അറിഞ്ഞ് ഉപയോഗിക്കുന്നുള്ളൂ. നിത്യവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 8 തവണ ഈ മന്ത്രം ജപിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ മന്ത്രം ഇപ്പോൾ ഉപയോഗിക്കുന്നവർ പോലും അത് ലോപിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കാണുന്നത്. കാരണം ഇതിൽ 5 മന്ത്രങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരൊറ്റ മന്ത്രമായിട്ട് കുടികൊള്ളുന്നത്, ഈ ഒരൊറ്റ മന്ത്രമായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ജപിക്കുമ്പോൾ അതിലെ ആദ്യത്തെ ഒരു വരി മാത്രമാണ് പലരും ജപിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ആ വരി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതേത് മന്ത്രമാണെന്ന് മനസ്സിലാകും. തന്മേ മനഃ ശിവസങ്കല്പമസ്തു. മനസ്സിലായില്ലേ? പലരും കിടക്കുന്നതിന് മുമ്പ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. അതായത് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശിവസങ്കല്പത്തിൽ ലയിച്ച് കിടക്കട്ടെ എന്നാണ് ഈ മന്ത്രം ഉദ്ഘോഷിക്കുന്നത്. കാര്യം നമ്മുടെ ഉറക്കത്തിന് ഭഗവാന്റെ പൂർണ്ണമായ പിന്തുണ നമ്മുടെ ശരീരത്തിൽ മൊത്തം ശിവകവചമായിട്ടുള്ള ഒരു ലെയർ ഇങ്ങനെ വ്യാപരിക്കും എന്നുള്ള സങ്കല്പത്തിലാണ് ആചാര്യന്മാർ ഈ മന്ത്രം ജപിച്ചിട്ട് കിടക്കാൻ പറയുന്നത്. രാത്രി സമയം എന്ന് പറയുന്നത് നമ്മളൊരു ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉറക്കം ഒരു മരണം എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഈ ലോകത്തിലെ പൂർണ്ണമായിട്ടൊരു ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോടൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്നവരിൽ 1% പേര് പിറ്റേ ദിവസം രാവിലെ ഉണരുന്നില്ല എന്നാണ് അർത്ഥം. നമുക്ക് ആ ഡേറ്റകൾ എടുത്ത് നോക്കിയാൽ 1% കൂടുതലും വന്നേക്കാം. പക്ഷേ പിറ്റേ ദിവസം എന്തൊക്കെയോ സ്വപ്നങ്ങളുമായിട്ട് പിറ്റേന്നുള്ള ഡ്യൂട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഉണർന്നെണീറ്റ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അവർ ഉണരുന്നില്ല. അവരെന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു കവചമില്ല, ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല പലർക്കും. അതുകൊണ്ട് തന്നെ രാത്രി യമകിങ്കരന്മാർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനെ ഒന്ന് തടുക്കാൻ പോലും അവരുടെ പ്രാണശക്തിക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അവർ കൃത്യമായ രീതിയിൽ ജീവനാഡികളെ നമ്മുടെ പ്രപഞ്ചവുമായിട്ട് സംരക്ഷണ വലയത്തിൽ നിർത്തണമെന്നാണ് പറയുന്നത്. അതായത് പലപ്പോഴും ആയുസ് പൂർത്തീകരിക്കാതെയാണ് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന പലരും. അല്ലാതെ സുഖനിദ്രയിൽ 19 വയസ്സ് 90 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നതല്ല, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു. അത് മരണത്തെ മാത്രമല്ല ഇവിടെ പറയുന്നത്, അടുത്ത ദിവസത്തെ ഉണർവിനെയും കൂടി ഗുണകരമാക്കണമെന്നായി. ഇപ്പോൾ ഒരു മനുഷ്യൻ പകലേത് രാത്രി ഏത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, ഒരു നേട്ടവും ഇല്ല. ആ മനുഷ്യന് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോൾ ലക്ഷ്യബോധം കൂടുതലായിട്ടുണ്ടാകണം. ആ ലക്ഷ്യബോധത്തിൽ ഊന്നി അവൻ്റെ ജീവിതം ഏറ്റവും നന്നായിട്ട് മാറണം. അതിന് രാത്രി സമയത്ത് ദേവതകളാലും ഈ പ്രാപഞ്ചിക ശക്തിയാലും അവൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും അവൻ്റെ കഴിവുകളെയും അവൻ്റെ ഭാഗ്യസ്ഥാനങ്ങളെയും ഏറ്റവും ഊർജ്ജസ്വലമാക്കണം. നമുക്കറിയാലോ, നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ ഒരുപാട് ഹോർമോൺസും നമ്മുടെ കരളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുറേ രാസപ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രോപ്പർ അല്ലാത്ത ഉറക്കം ഉള്ള ഒരാൾക്ക് ഈ റിപ്പയർ ഒന്നും നടക്കില്ല. അതുപോലെ അവരുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റി ഒരുപാട് രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടിമയാകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന, പ്രാണോർജങ്ങളെ സംരക്ഷിക്കുന്ന ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഒരാൾ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ജീവിതചര്യ നയിക്കുകയാണെങ്കിൽ പതിയെ പതിയെ അയാളുടെ പ്രാണത്തിനും ഭംഗം വന്നു തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ പ്രൊട്ടക്ഷൻസ്, അവൻ്റെ ജീവിത രക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ മന്ത്രം കൃത്യമായി ഒരു ഹൈന്ദവ ഭക്തൻ ജപിക്കണമെന്ന് പറയുന്നത്. പിന്നെ മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലയിടത്ത് രക്ഷപ്പെടുത്തലാണ്, ഭഗവാൻ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അങ്ങനെയുള്ളത് ജാതകത്തിലൊക്കെ കാണും ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ളത്. ആ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അകാലത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ, അകാലത്തിലുണ്ടാകുന്ന ദുർമരണങ്ങളൊക്കെ ചെറുക്കാനൊക്കെ ഇത് വളരെ ശക്തിയുക്തമായിട്ടുള്ള മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന ഒന്നായിരിക്കട്ടെ. നമസ്കാരം. ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്.
ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ മന്ത്രം ഏതാണെന്ന് പരിചയപ്പെടാം. ഞാനതൊന്ന് എഴുതി കാണിക്കാം. ആദ്യത്തെ വരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടാ. തന്മേ മനഃ ശിവസങ്കൽപ്പമസ്തു, തന്മേ മനഃ വിഷ്ണു സങ്കൽപ്പമസ്തു, തന്മേ മനഃ അംബികാ സങ്കൽപ്പമസ്തു, തന്മേ മനഃ പ്രാണശാന്തി സങ്കൽപ്പമസ്തു, തന്മേ മനഃ പ്രപഞ്ചനാഠി സങ്കൽപ്പമസ്തു. അപ്പോ മന്ത്രം കേട്ടല്ലോ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി എഴുതി കാണിക്കാം. തന്മേ മനഃ ശിവസങ്കൽപ്പമസ്തു, തന്മേ മനഃ വിഷ്ണു സങ്കൽപ്പമസ്തു, തന്മേ മനഃ അംബികാ സങ്കൽപ്പമസ്തു, തന്മേ മനഃ പ്രാണശാന്തി സങ്കൽപ്പമസ്തു, തന്മേ മനഃ പ്രപഞ്ചനാഠി സങ്കൽപ്പമസ്തു. ഇങ്ങനെ ശിവ, വിഷ്ണു, അംബികാ സങ്കല്പത്തിലേക്ക് നമ്മൾ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ പ്രാണനെയും എല്ലാം ഏൽപ്പിക്കുകയാണ്. പിന്നീട് പ്രാണത്തിനെ നമ്മൾ ശാന്തകരമായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അത് പ്രപഞ്ചനാഠിയുമായിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഒരു ശിശു എങ്ങനെ കിടക്കുന്നുവോ അതുപോലെയുള്ള സങ്കല്പത്തിൽ പ്രപഞ്ചനാഡിയിലേക്ക് ചുരുക്കുകയാണ്. അപകൃത്കൊടി ബന്ധം എന്തും മഹത്തരമായ സങ്കല്പം എന്നറിയാം ഇത്. ഇങ്ങനെ നമ്മുടെ പഞ്ചഭൂതങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ ഈ 5 മന്ത്രങ്ങൾ വർത്തിക്കുന്നു. ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനായിട്ടാണ് കരുതപ്പെടുന്നത്. ഓരോ സന്യാസി ശ്രേഷ്ഠനും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ വഴിയിൽ ഉപദേശിച്ച് കിട്ടുന്ന ഈ മന്ത്രത്തെ ജപിച്ചിട്ടാകും കിടന്നുറങ്ങുക. അവർക്ക് കുറേയധികം മന്ത്രങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഒപ്പം അവരുടെ പ്രധാന മന്ത്രങ്ങളിൽ ഒന്നാണ് ഇത് ജപിച്ചിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിത്യചര്യയിലും ഈ ഒരു മന്ത്രത്തെ നിങ്ങൾ ഉപകരിക്കുക. ഇതിന് ശുദ്ധവൃത്തങ്ങളൊന്നും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നല്ല. ഏതൊരവസ്ഥയിലും ജപിക്കാന്നാണ് പറയുന്നത്. ഇപ്പൊ രാത്രി കിടക്കുന്ന സമയത്തല്ലേ മനുഷ്യർ ഉപയോഗിക്കുന്നത്. വിളക്കൊന്നും തെളിയിച്ച് വെച്ച് ജപിക്കേണ്ടതില്ല. അല്ലാതെ നമ്മൾ വേറെ ചിട്ടവട്ടങ്ങളൊന്നും നോക്കേണ്ടതില്ല. കിടക്കുന്നതിന് മുമ്പ് ഇരുന്ന് കട്ടിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ 5 മന്ത്രങ്ങൾ ഒരാവർത്തി ജപിക്കാം, 8 ആവർത്തി ജപിക്കാം. ഒന്നെങ്കിൽ 1, 8 ആവർത്തിയെങ്കിലും 8 ആവർത്തി. ഇത് നമ്മൾ 1-2 ദിവസം കൊണ്ട് തന്നെ ബൈഹാർട്ടാവും. ഒരു പേപ്പറിൽ ആദ്യം എഴുതി വെച്ച് ജപിക്കുക. 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മനപ്പാടാവും, നമ്മുടെ ശീലങ്ങളിലേക്ക് എത്തിച്ചേരും. എന്ത് വലിയ ഒരറിവായിരിക്കും അല്ലേ ഇത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം മറ്റൊന്നുമല്ല, വളരെ ലളിതമായിട്ടുള്ളതും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പുഷ്ടി നൽകുന്നതും നമ്മെ സംരക്ഷിക്കുന്നതുമായ ഒരു മന്ത്രമല്ലേ ഇത്. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഒറ്റയ്ക്ക് താമസിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ, വിദേശങ്ങളിലൊക്കെ കഴിയുന്നവർക്കൊക്കെ അവർ പലപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയിൽ കിടക്കും. മാത്രമല്ല ചിലർക്ക് ഉറക്കമേ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അത് ദുർശക്തികളൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് സംഘർഷങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള മന്ത്രം അവരെ എത്രമാത്രം സഹായകരമാകുമെന്ന്. ചിലപ്പോൾ ഇത് മന്ത്രം ജപിച്ചാൽ അന്ന് തന്നെ ഇങ്ങനെ ഉറക്കം കിട്ടണമെന്നില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ ആ ശക്തി ഇങ്ങനെ ഏറ്റെടുക്കും. 1-2 ആഴ്ച കഴിയുമ്പോൾ നല്ല ശാന്തമായ ഉറക്കം, നല്ല സമാധാനപൂർണമായ അന്തരീക്ഷം എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക. വളരെ വിലപ്പെട്ട ഒരു അറിവായിരിക്കും ഇത് ഉപേക്ഷിച്ച് കളയാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ഇത് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്,
നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.